നിങ്ങളിവിടെ? ആരാ ആ മോട്ടോർ സൈക്കിളിൽ പോയ ആള്? അതെന്റെ കൂടെ പഠിക്കുന്നത്. ഇവിടെയാണോ പഠിപ്പ്? അല്ല, ഞങ്ങളിവിടെ വെറുതെ. എന്താ കുട്ടി, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടാ? അയ്യോ ഇക്ക വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. നോക്കൂ, വാപ്പയോട് ഇതൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. സാബ് പറഞ്ഞത് മുഴുവൻ കേട്ടല്ലോ. തനിക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ സമ്മതമാണോ? എന്താണ് ആലോചിക്കുന്നത്? നാട്ടിലെ എന്റെ കുടുംബത്തെ. താൻ എന്ത് നിശ്ചയിച്ചു? ഞാൻ എന്ത് ജോലിയും ചെയ്യാം. പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്ത് വൃത്തികെട്ട ജോലിയും ഞാൻ ചെയ്യാം. ഐ വാണ്ട് മണി. ഈ കത്ത് വന്നിട്ട് ഒരാഴ്ചയായി. ഇക്കാനെ കാണാഞ്ഞിട്ട് എന്നും ബാപ്പ ചോദിക്കും. പ്രിയപ്പെട്ട ദേവന്, താൻ അയക്കുന്ന കാശുകൊണ്ട് വീട്ടിലെ കാര്യം ഭംഗിയായി നടക്കുന്നു. അറുമുഖൻ മുതലാളിയുമായുള്ള കേസിലേക്ക് വക്കീൽ ഫീസ് 1000 രൂപ ഉടനെ അയച്ചു തന്നില്ലെങ്കിൽ കുഴയും. ഇവിടെ അച്ഛൻ ഇപ്പോഴും അതേ കിടപ്പിൽ തന്നെയാണ്. ബാക്കി എല്ലാവർക്കും സുഖം. സസ്നേഹം, ഉണ്ണികൃഷ്ണൻ. ആരുടെ കത്ത്? അളിയന്റെയാ? അതെ. അല്ല, ദേവനാ നിങ്ങളെപ്പോഴേ വന്ന്? കുറച്ചേരായി. കുഞ്ഞാലിക്ക് കണ്ടിട്ട് പോകാന്ന് കരുതിയിരുന്ന. ഇപ്പോൾ എവിടാ കിടത്തം? ഓഫീസില്. ആള് നന്നാവുമ്പോ നമ്മളൊന്നും മറന്നാളേതേട്ടാ. ഇടയ്ക്കൊക്കെ ബൈക്ക് വരണേ. ഞാൻ ആരെയും മറക്കില്ല കുഞ്ഞാലിക്ക. അതാ മനുഷ്യന്റെ സ്ഥിതി. നിങ്ങളെ ജയിലിക്ക് ഞമ്മളെ കൂടെ വന്ന പലരെയും ഞമ്മള് പിന്നെയും കണ്ടിട്ടുണ്ട്. മുഖം തിരിച്ചു നടന്നളേ, അതാ അനുഭവം. ഞാനങ്ങനെ ആവില്ല. നിങ്ങൾക്ക് പഠിച്ചോൻ ഗുണം വരുത്തട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സൈനുവിന്റെ കാര്യമാണ്. ഇടയ്ക്ക് വിട്ടുപോയാലും സൈനവയുടെ കല്യാണം എന്നെ അറിയിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരും. ഓ അല്ലാ, അത് പിന്നെ അറിയിക്കാതിരിക്കോ? അല്ല, ചോദിക്കാൻ വിട്ടുപോയി. എന്താ അങ്ങക്ക് പണി? Got matches? Sorry, it's in the bag. എന്നെ ശ്രദ്ധിക്കരുത്. നാളെ രാത്രി 11 മണിക്ക് ബാൻഡ് സ്റ്റാൻഡിനടുത്ത് സീഗിൾ എന്ന ബോട്ടിൽ ഇതെത്തിക്കണം. Okay then.
രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ദ മണി, ഗിവ് ദി ബാഗ്, ഡോണ്ട് ബി ചീറ്റഡ്. गुड मॉर्निंग. गुड मॉर्निंग. अगर पैसा लाया हो तो माल मेरा पास है. डोंट मूव.